ചരിത്രത്തിൽ ഏറ്റവുമധികം വിറ്റഴിക്കപ്പെട്ട സ്റ്റാർ വാർസിനേക്കാളും അവതാറിനേക്കാളും ലാഭമുണ്ടാക്കിയ ആ ഗെയിം ജനിച്ചത് ഒരു ചെറിയ അബദ്ധത്തിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു സാങ്കേതിക തകരാർ എങ്ങനെയാണ് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന സാമ്രാജ്യത്തിന് തുടക്കമിട്ടത് എന്നതിന്റെ കഥയാണിത്. വർഷം 1995. സ്കോട്ട്ലൻഡിലെ DMA ഡിസൈൻ എന്ന ചെറിയൊരു സ്റ്റുഡിയോ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. അവർ റേസ് ആൻഡ് ചേസ് എന്ന പേരിൽ പോലീസും കള്ളനും തമ്മിലുള്ള ഒരു കാർ റേസിംഗ് ഗെയിം നിർമ്മിക്കുകയായിരുന്നു. ലളിതമായ ഒരു മൾട്ടിപ്ലെയർ ഗെയിമായിട്ടാണ് അത് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോയി. ആ ഗെയിം വളരെ വിരസമായിരുന്നു. അതിന്റെ നിർമ്മാണം പരാജയപ്പെടുകയും ഗെയിം ഇടയ്ക്കിടെ ക്രാഷ് ആവുകയും ചെയ്തു. നിയന്ത്രണങ്ങൾ ഒട്ടും വഴങ്ങാത്തതായിരുന്നു. റേസിംഗ് ദൗത്യങ്ങൾ ടെസ്റ്റർമാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് വലിയൊരു പരാജയമായി മാറുമെന്നുറപ്പായപ്പോൾ എക്സിക്യൂട്ടീവുകൾ പദ്ധതി റദ്ദാക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പ്രോഗ്രാമർക്ക് ആ വലിയ അബദ്ധം പറ്റിയത്. പോലീസ് കാറുകളുടെ നിർമ്മിത ബുദ്ധി അഥവാ AI ശരിയാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡെവലപ്പർ ഒരു തെറ്റ് പറ്റി. കളിക്കാരൻ നിൽക്കുന്ന സ്ഥാനത്തേക്ക് ഓടിച്ചു ചെല്ലാനാണ് കോഡിൽ പോലീസിന് നിർദ്ദേശം നൽകിയത്. എന്നാൽ അവിടെ എത്തിയാൽ വണ്ടി നിർത്താൻ പറയാൻ അയാൾ മറന്നുപോയി. ഇത് ഗെയിമിലെ വഴികണ്ടെത്താനുള്ള സംവിധാനത്തെ പൂർണ്ണമായും തകർത്തു. പോലീസുകാർക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായി. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വണ്ടിവശത്തേക്ക് ഒതുക്കുന്നതിനു പകരം പോലീസ് കാറുകൾ വന്നിടിക്കാൻ തുടങ്ങി. അവർ നിങ്ങളുടെ കാറിനുള്ളിലൂടെ വണ്ടി ഓടിക്കാൻ ശ്രമിച്ചു. അവർ കളിക്കാരെ റോഡിൽ നിന്ന് തള്ളിമാറ്റുകയും മതിലുകളോട് ചേർത്ത് അമർത്തുകയും ചെയ്തു. അതൊട്ടും റിയലിസ്റ്റിക് ആയിരുന്നില്ല, പക്ഷെ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇത് കണ്ട ടെസ്റ്റർമാർ റേസിംഗ് നിർത്തി. പെട്ടെന്ന് ഫിനിഷ് ലൈനിനെക്കുറിച്ച് ആർക്കും വേവലാതിയില്ലാതെയായി. ഈ ഭ്രാന്തൻ പോലീസുകാരുടെ ഇടയിൽ എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് നോക്കാനായി അവരുടെ ശ്രമം. സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയും ഓടി രക്ഷപ്പെട്ടും അവർ മണിക്കൂറുകളോളം വണ്ടി ഓടിച്ചു. യഥാർത്ഥ ഗെയിമിനേക്കാൾ രസകരമായിരുന്നു ആ പിഴവ്. അവർ ധീരമായ ഒരു തീരുമാനമെടുത്തു. റേസിംഗ് കൊണ്ട് കാര്യമില്ലെന്ന് ഡെവലപ്പർമാർ തിരിച്ചറിഞ്ഞു. അവർ നിയമങ്ങൾ മാറ്റിമറിച്ചു. ഈ അരാജകത്വത്തിന് ചുറ്റും ഗെയിം നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു. റേസ് ജയിക്കുക എന്നതിൽ നിന്നും കുറ്റകൃത്യങ്ങൾ സൃഷ്ടിക്കുക എന്നതിലേക്ക് ലക്ഷ്യം മാറി. അവർ അതിന്റെ പേര് മാറ്റി ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് വിളിച്ചു. അത് പെട്ടെന്ന് തന്നെ വിവാദമായി. നിങ്ങൾക്ക് കാറുകൾ മോഷ്ടിക്കാം, കാൽനടയാത്രക്കാരുമായി വഴക്കിടാം, നിയമത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാം. ഒരു വില്ലനാകാൻ കളിക്കാർക്ക് ഇത്രയധികം സ്വാതന്ത്ര്യം നൽകിയ മറ്റൊരു ഗെയിം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങൾ അതിനെ വെറുത്തു. രാഷ്ട്രീയക്കാർ അതിനെ കൊലപാതക സിമുലേറ്റർ എന്ന് വിളിച്ചു. UK-യിലും US-ലും അവർ അത് നിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ എതിർപ്പ് ഗുണമായി മാറി. ലോകത്തിലെ ഓരോ കൗമാരക്കാരനും ആ നിരോധിത ഗെയിം കളിക്കാൻ ആഗ്രഹിച്ചു. വിൽപ്പന കുതിച്ചുയർന്നു. അത് വളർന്നു. GTA 3 ആ അരാജകത്വത്തെ 3D-യിലേക്ക് കൊണ്ടുവന്നു. ചരിത്രത്തിലെ ഏറ്റവും ലാഭകരമായ വിനോദ ഉൽപ്പന്നമായി GTA 5 മാറി. ഒരു വിരസമായ റേസിംഗ് ഗെയിമായി തുടങ്ങിയ ഒന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. റേസ് ആൻഡ് ചേസ് എല്ലാവരും മറന്നുപോയനെ. പക്ഷേ GTA അനശ്വരമാണ്. ആ ഒരു പ്രോഗ്രാമർക്ക് പോലീസ് കോഡിൽ തെറ്റ് പറ്റിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ലോസ് സാന്റോസിനെ ലഭിക്കില്ലായിരുന്നു. ട്രെവറിനെയോ മൈക്കിളിനെയോ ഫ്രാങ്ക്ലിനെയോ നമുക്ക് ലഭിക്കില്ലായിരുന്നു. തെറ്റുകൾ എല്ലായ്പ്പോഴും മോശമല്ല എന്ന് ഇത് തെളിയിക്കുന്നു. ചിലപ്പോൾ ഒരു പിഴവെല്ലാം മാറ്റിമറിച്ചേക്കാം.